ഞാൻ ഈ മോളെ കൊടുത്തിട്ടുള്ള 2 വോയിസ് ക്ലിപ്പ് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ഈ സിനിമകളെല്ലാം ഇന്ത്യൻ സിനിമകളാണ്. ഇതിലെ ഏറ്റവും അവസാനം പരിചയപ്പെടുത്തുന്ന സിനിമ ഒരുപക്ഷെ നിങ്ങൾ കാണാൻ യാതൊരു സാധ്യതയില്ല. കാരണം ഇതൊരു മലയാളം സിനിമയാണ്, കൂടാതെ ഇതൊരു അണ്ടർറേറ്റഡ് സിനിമ കൂടിയാണ്. ഈ സിനിമകളെല്ലാം ഇന്ത്യൻ സിനിമകളാണ്. ഇതിലെ ഏറ്റവും അവസാനം പരിചയപ്പെടുത്തുന്ന സിനിമ ഒരുപക്ഷെ നിങ്ങൾ കാണാൻ യാതൊരു സാധ്യതയില്ല. കാരണം ഇതൊരു മലയാളം സിനിമയാണ്, കൂടാതെ ഇതൊരു അണ്ടർറേറ്റഡ് സിനിമ കൂടിയാണ്. ഇതിൽ നിങ്ങൾ ഏത് വീഡിയോ ആയിരിക്കും മുന്നോട്ട് കാണുന്നുണ്ടാവുക? 2 വീഡിയോയിൽ ഒരാളാണ്, 2 വീഡിയോയിൽ ഒരേ ക്യാമറ ക്വാളിറ്റിയാണ്. അപ്പോൾ ഞാനൊരു ഗസ് ചെയ്യാം, ഭൂരിഭാഗം പേരും കാണുന്നത് നല്ല സൗണ്ടുള്ള ഒരു വിഷ്വലായിരിക്കും. അതായത് ഭൂരിഭാഗം ഷോർട്ട് ഫിലിം മേക്കേഴ്സിന് സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഇത്. ഷൂട്ടിംഗ് ഒക്കെ ഒരു 50% ബഡ്ജറ്റിലും തീർത്തിട്ട് പോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് വരുന്ന സമയത്ത് ഇവർക്ക് ഡബിങ്ങിന് പൈസ ഉണ്ടാവില്ല, മ്യൂസിക് ചെയ്യാൻ പൈസ ഉണ്ടാവില്ല, മറ്റു പല കാര്യത്തിന് പൈസ ഉണ്ടാവില്ല. സത്യത്തിൽ ഇത് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ സംഭവിക്കുന്നത്. ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്, ഓർമ്മയുണ്ടോ? അതായത് 30-50-20 റൂൾ എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ എൻ്റെ പേജിൽ കിടക്കുന്നുണ്ട്, കണ്ടു നോക്കുക. പക്ഷെ നേരെ മറിച്ച് ഇങ്ങനത്തെ ഒരു ഘട്ടം നിങ്ങൾക്ക് ഇപ്പോൾ നിലവിലെ സിറ്റുവേഷനിൽ വന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നല്ല സൗണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ എത്ര വലിയ ബ്രഹ്മാണ്ഡ സംഭവം ചെയ്താലും ആളുകൾ കണ്ടിരിക്കാൻ പോകുന്നില്ല. ആളുകൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ശബ്ദമാണ് വേണ്ടത്. അപ്പോൾ അതിനെ നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും ഓവർ ബഡ്ജറ്റ് ഇല്ലാതെ നിങ്ങൾക്ക് കൊണ്ടുപോയാൽ മതി എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ 2 ഓപ്ഷൻസ് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അഡോബിന്റെ പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള വിഷ്വലിന്റെ സൗണ്ട് മാത്രം എടുത്തിട്ട് ഒന്ന് അതിലിട്ട് കൊടുത്താൽ മതി. അനാവശ്യമായിട്ടുള്ള നോയ്സും പിന്നെ എക്കോയും അതൊക്കെ ഇത് ക്ലിയർ ചെയ്ത് തരും. നിങ്ങളുടെ ശബ്ദമൊക്കെ കുറച്ച് മാറും, എന്നാലും അത്യാവശ്യം നല്ലൊരു ഔട്ട്പുട്ട് ഇത് ത്രൂ കിട്ടും. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഫ്രീ ആയിട്ട് ഡോൾബി എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ്. അതായത് ഡോൾബി അക്ടമോസ് തന്നെയാണ് ഈ ഒരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ചെയ്തിട്ട് നിങ്ങൾ റീഡബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഈ 2 സംഭവങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫിലിം മേക്കിങ്ങോ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങോ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു ഓൺലൈൻ പ്രീ റെക്കോർഡ് കോഴ്സ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് താഴെ കൊടുത്തിട്ടുള്ള ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഫോളോയും സബ്സ്ക്രൈബും ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം. ബൈ.